നമ്മളിൽ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ കാണുന്ന സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിൽ ഒരുപാട് പേര് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് നീറിക്കഴിയുന്നവരുണ്ട്. ഒന്നെങ്കിൽ ഭർത്താവിന്റെ ഉമ്മ ഭർത്താവിനോട് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പെങ്ങന്മാര്, അല്ലെങ്കിൽ ഏട്ടന്റെ ഭാര്യ, ഇങ്ങനെ അല്ലേ ഭർത്താവിന്റെ ഉപ്പ, ഇങ്ങനെ ആരെങ്കിലും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയോ എന്തെങ്കിലും ജാതിയിൽ നമ്മളെ പ്രയാസപ്പെടുത്തുകയോ നമുക്ക് മനസ്സിന് ടെൻഷനായിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആയത്ത് ഡെയിലി നിങ്ങൾക്ക് പാരായണം ചെയ്താൽ ഉറപ്പായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല. ആ ഒരു ബുദ്ധിമുട്ട് പതിയെ അങ്ങോട്ട് മാറിപ്പോവും. ഇത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനുഭവമാണ്. ഈ ഒരു ആയത്ത് ഡെയിലി പാരായണം ചെയ്തപ്പോൾ അവളുടെ ജീവിതം ആകെ മാറിപ്പോയിക്ക്. ഇപ്പൊ അവള് നല്ല സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ്. അവള് ഈ ഒരു ആയത്ത് എനക്കും പറഞ്ഞു തന്നതാണ്. എനിക്ക് അങ്ങനെയാണ് ഈ ഒരു ആയത്തിനെ കുറിച്ച് അറിയുന്നത്. ഒരു ഉസ്താദ് പറഞ്ഞു കൊടുത്തതാണ് അവൾക്ക്. അങ്ങനെയാണ് അവള് പാരായണം ചെയ്തത്. അവൾക്ക് ഒരുപാട് റിസൾട്ടുകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും പാരായണം ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. എന്റെ ആ ഒരു കൂട്ടുകാരി വിവാഹം കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഉള്ളു നീറി ഇങ്ങനെ കഴിയുന്ന ഒരു സമയമായിരുന്നു. ഭർത്താവിന്റെ ഉമ്മ ഭർത്താവിനോട് ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും. ഭർത്താവ് അത് അനുസരിക്കും. ഭർത്താവ് ഉമ്മ പറയും പോലെ അങ്ങോട്ട് നടക്കും. ഇങ്ങനെ ഒരുപാട് ഉമ്മ പറയുന്ന കേട്ടിട്ട് ഭർത്താവ് ചീത്ത പറയാൻ നിൽക്കും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിൽ ഇങ്ങനെ ദുഃഖിച്ച് നേരി കഴിയുകയായിരുന്നു. അങ്ങനെയാണ് ഒരു ഉസ്താദ് ഈ ഒരു ആയത്ത് പാരായണം ചെയ്യാൻ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അവള് ഈ ഒരു ആയത്ത് കഴിയുന്നത്ര എത്ര അധികരിപ്പിക്കാനാവുക എന്ന് വെച്ചാൽ അത്രയും അധികരിപ്പിച്ച് ദിവസവും ഇത് പാരായണം ചെയ്യും. അങ്ങനെ അവളുടെ ജീവിതത്തിൽ പതിയെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പൊ അവൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അൽഹംദുലില്ലാഹ്. അവള് വീടൊക്കെ മാറി താമസിച്ചു. നല്ല സന്തോഷത്തിലാണ്. എല്ലാ ബുദ്ധിമുട്ടുകളും മാറിയിട്ടുണ്ട്. നിങ്ങളും ഇത് പാരായണം ചെയ്ത് നോക്കുക. ആ ഒരു ആയത്താണ് സൂറ അൻഫലിലെ 64-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. ഈ ഒരു ആയത്ത് നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പതിയെ അങ്ങോട്ട് മാറും. ഇത് പാരായണം ചെയ്യുന്നത് എത്ര എണ്ണം ആണെന്നില്ല. കഴിയുന്നത് എത്രയാ? ഡെയിലി 11 പ്രാവശ്യമാണെങ്കിൽ 11 പ്രാവശ്യം ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യുക. ഉറപ്പായിട്ട് റിസൾട്ട് കാണും. റിസൾട്ട് കണ്ട ഒരു ആയത്താണിത്. ഈ ഒരു ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എവിടുന്ന എന്ത് പ്രയാസങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് എങ്കിൽ അവിടെ നമ്മളെ പ്രയാസങ്ങൾ മാറി അവിടെയുള്ള ആൾക്കാരൊക്കെ പരസ്പരം നല്ല സ്നേഹത്തിലും ഐക്യത്തിലും ഒക്കെ ആയിത്തീരും. കുടുംബത്തിൽ നല്ല സന്തോഷം വന്നു ചേരും. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.